ഇന്നലെ മുതൽ ജഗദീഷ് റിലേറ്റഡ് ആയിട്ടൊരു കോൺട്രവേഴ്സി പൊങ്ങി വരുന്നതായിട്ട് കണ്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് AMMA അസോസിയേഷൻ മീഡിയനെ അഡ്രസ്സ് ചെയ്യാതെ ഇരുന്നതിൻ്റെ പിന്നിൽ ജഗദീഷാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ജഗദീഷിന് വില്ലൻ റോളോ? ജഗദീഷിനെ കുറ്റപ്പെടുത്തി സംവിധായകൻ ജോസ് തോമസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ AMMAയുടെ പ്രതികരണം വൈകിച്ചത് ജഗദീഷ്. മോഹൻലാലും മമ്മൂട്ടിയും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു. വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് പറഞ്ഞത് ജഗദീഷ്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിനിടയിലാണ് ഈ പറഞ്ഞ ജോസ് തോമസ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് അവരാ ഒരു ഡിബേറ്റിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് വെളിപ്പെടുത്തലാണോ അത് ഈ ജോസ് തോമസ് അങ്ങനെ വേറെ ആൾ ചോദിച്ചറിഞ്ഞ കാര്യം അവിടെ വിളിച്ച് പറഞ്ഞതാണോ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കുക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു, നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം, ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു, പത്രസമ്മേളനം നടത്തരുത്, മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയത്. പിന്നെ അങ്ങനെ ഇടപെട്ട ആൾ ആരാണ്? അമ്മയിലെ ഒരു പ്രധാനിയാണോ അത്? ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനല്ല, ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നത്, ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട്, കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരിൽ നിന്ന് ഉത്തരം തേടി 3 ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 26 പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ICC ഉണ്ടാക്കേണ്ടത് നിർമ്മാതാവാണ്. ശ്രീ ജോസ് തോമസ്, അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഈ ജഗദീഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞത് കൊണ്ടാണ്. ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തടസ്സവാദം ഉന്നയിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്. മാത്രവുമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോയായി മാറുകയായിരുന്നു. കാരണം അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത്. ശ്രീ ജോസ് തോമസ്, അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ജഗദീഷ് ഹീറോയായി, അത് ഓക്കെ, ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം, അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം. ഞാൻ അങ്ങനെ വിചാരിക്കാം. എന്തായിരുന്നു അന്നത്തെ തടസ്സം? മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും, അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു തടസ്സം. ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതെന്താണ് അതിന്റെ കാരണമെന്ന്, അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല. സിദ്ദിഖിന്റെ ആ ഒരു AMMAനെ റെപ്രസെന്റ് ചെയ്തുള്ള പത്രസമ്മേളനം കഴിഞ്ഞ് ഉടനെ തന്നെ ജഗദീഷ് പത്രമാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കുറച്ച് മുമ്പ് തന്നെ ചെയ്യേണ്ടതായിരുന്നു, ഇത്ര വൈകിയതിലുള്ള ഒരു അതൃപ്തിയും ജഗദീഷ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും കൈയടിച്ചിട്ട് പറഞ്ഞു അതന്നെയാണ് പറയാനുള്ളത്. ജഗദീഷിനെ ഒരു ഹീറോ ആക്കി വെച്ചതായിരുന്നു, അല്ലേ? ഹീറോ തന്നെയായിരുന്നു അന്ന് ജഗദീഷ് പത്രമാധ്യമങ്ങളിലൊക്കെ. ഇങ്ങനെ വേണം പ്രതികരിക്കാൻ എന്നുണ്ട്. ആ ഒരു പോർഷൻ കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഈ വ്യക്തി വന്നിരുന്ന് ഇങ്ങനെ പേരെന്തായിരുന്നു ജോസ് തോമസ് പറയുന്നത്, ഇത് ജഗദീഷാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, മീഡിയനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ജഗദീഷാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് മതി ജഗദീഷ് പറഞ്ഞു. അതേ ജഗദീഷ് ഇപ്പോൾ മാറ്റി ഇപ്പുറത്ത് ജഗദീഷ് വേറൊരു പത്രസമ്മേളനത്തിൻ്റെ സമയത്ത് വേറെ സാധനം കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പം ജഗദീഷ് വില്ലനാവില്ല അവിടെ. ജഗദീഷ് തന്നെ പറഞ്ഞു എന്നല്ല പറയുന്നത്. എന്താണെങ്കിലും ഇതും കൂടി ഒന്ന് കേട്ടോ, ആ പഴയ സാധനം ഒന്നുകൂടി വയ്ക്കാം. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ്, മറ്റു പലരും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ളൊരു സമയമാണ് എടുത്തത്. ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല. ഇതൊന്നും എക്സ്ക്യൂസ് അല്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും
അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. കാരണം എന്തായാലും പെട്ടെന്ന് പ്രതികരിക്കണം. ഇപ്പം പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടി മോഹൻലാലും മമ്മൂട്ടിയും പോയപ്പോൾ ജഗദീഷ് വേണ്ട പറഞ്ഞു എന്നാണ് പറയുന്നത്. AMMയെ ബ്ലോക്ക് ചെയ്ത് ജഗദീഷാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇനി നോക്കാനുള്ള ലിബർട്ടി ബഷീർ ഈ കാര്യത്തിൽ ഒന്നും കൂടി ഒരു കാര്യം കൂടി, ഒരു പേരും കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ജഗദീഷ് മാത്രമല്ല, മമ്മൂട്ടി കൂടി ഉണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ജോസ് തോമസും, എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ജഗദീഷും. ഞാൻ ജഗദീഷിനോട് ഈ കാര്യം ഞാൻ സംസാരിച്ച സമയത്ത് ജഗദീഷ് പറയുന്നത് ഞാൻ മാത്രമല്ല മമ്മൂക്കയും ഇതേ അഭിപ്രായക്കാരനാണ്. ഇടുത്തിയടിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമുക്ക് ആലോചിച്ചിട്ട് പഠിച്ചതിന് ശേഷം പത്രസമ്മേളനം നടത്താമെന്നുള്ളതാണ് ജഗദീഷിന്റെ മാത്രമല്ല മമ്മൂക്കയുടെ കൂടെ അഭിപ്രായം കൂടി എടുത്തിട്ടാണ്. ജഗദീഷ് ഒറ്റക്ക് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. മമ്മൂക്കാരുടെ കൂടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമാണ് പെട്ടെന്നുള്ള ഒരു പത്രസമ്മേളനം വേണ്ടാന്ന് വെച്ചതെന്നാണ് ജഗദീഷ് പറയുന്നത്. എനിക്ക് കിട്ടിയ വിവരം അതന്നെ അതിന് ന്യായം അറിഞ്ഞാണ്. എടുത്തിയാടിയിട്ട് ഒരു സംഭവം അറിഞ്ഞാൽ എടുത്തിയാടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറയേണ്ടതെന്ന് അവർക്കറിയില്ല. പഠിച്ചതിന് ശേഷം ഒരു കാര്യം ഇത്രയും ഒരു വലിയൊരു ഭീകരമായ സംഭവം നടന്നിട്ട് ആ സംഭവത്തിനെ പറ്റി പഠിക്കാതെ ഒരു അമ്മ പോലത്തെ സംഘടന എടുത്തിയാടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത് ശരിയില്ലെന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല ശ്രീ ലിബർട്ടി ബഷീർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ജോസ് തോമസ് പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം ഇത് ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണ്, അത് പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന തരത്തിലുള്ള ഒരു പ്രാഥമികമായ പ്രതികരണം നടത്താൻ മോഹൻലാലും മമ്മൂട്ടിയും ഒരുക്കമായിരുന്നു എന്നാണ്. പക്ഷെ അതിനെ മറ്റു ചിലരാണ് എതിർത്തത്. ആ എതിർത്തവരുടെ കൂട്ടത്തിൽ മുഖ്യ ആൾ എന്നത് ജഗദീഷ് എന്നാണ് പറഞ്ഞത്. എന്റെ ഒരിക്കലല്ല, അവിടെയാണ് തർക്ക വിഷയം. ജഗദീഷ് ഒറ്റക്കെടുത്ത തീരുമാനം അല്ല, മമ്മൂക്കയും കൂടി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മോഹൻലാലിനെ സംബന്ധിച്ച് ഇതും വലിയ ഗൗരവമുള്ള പ്രശ്നം വന്നാലും ഒന്ന് നിശബ്ദമായിരിക്കും. ഒരു പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാത്ത വ്യക്തിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് അറിയുന്ന മോഹൻലാലാണ്. പ്രത്യേക വൃത്തിയായിട്ട് ഒരു അഭിപ്രായം പറയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് അനുസരിക്കും. പ്രത്യേകിച്ച് മമ്മൂക്കാനെ പുറത്തെ കൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മറുവശം ഒരു സംസാരിക്കാൻ വേണ്ടി അവിടെ ആരും ഉണ്ടാവില്ല. അതായത് മമ്മൂട്ടിയും പറഞ്ഞു ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തേണ്ടതില്ല, പ്രതികരിക്കേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞല്ല, ജഗദീഷ് പറഞ്ഞതാണ്. ജഗദീഷ് ഇപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പ്രതികരണം ഇങ്ങനെ ജോസ് തോമസ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ന്യൂസ് 18. എന്തായാലും സംഭവം ഞാൻ ചോദിച്ചറിഞ്ഞതാണ്. എന്റെ അടുത്ത ഫ്രണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ അന്ന് ജഗദീഷ് ഈ വിവരം പറഞ്ഞത്. അപ്പൊ ജഗദീഷ് പറഞ്ഞ് വനിത എന്ന മാസികയിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ട് നാളെ അത് വായിക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മാത്രമല്ല മമ്മൂട്ടിയും പറഞ്ഞു എന്നാണല്ലോ അല്ലെ? മമ്മൂട്ടിയുടെ കൂടി അഭിപ്രായം എടുത്തിട്ട് ഞാൻ എന്റെ അഭിപ്രായം മാത്രം എടുത്തുകൊണ്ട് തീരുമാനം എടുക്കില്ല. മമ്മൂക്കയും കൂടി പറഞ്ഞുകൊണ്ടാണ് ആ തീരുമാനം എടുത്തത്. അത് എനിക്ക് തോന്നുന്നത് അതാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. ലിബർട്ടി ബഷീർ പറഞ്ഞു വെച്ചത് കണ്ട മമ്മൂട്ടിന്റെ പേര് ആഡായി. പക്ഷെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അവരുടെ പോസ്റ്റർ അടിക്കുമ്പോഴും വരുന്നത് ജഗദീഷ് വില്ലൻ. ജഗദീഷ് പറഞ്ഞത് കൊണ്ട് AMM എന്ത് ചെയ്തില്ല, മീഡിയനെ അഡ്രസ്സ് ചെയ്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവർ മിണ്ടാതിരിക്കാൻ കാരണം ജഗദീഷിനോട് നേരിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ ലിബർട്ടി ബഷീർ പറയുന്നത് ജഗദീഷ് പറഞ്ഞു ഇത്രേ, എൻ്റെ മാത്രം തീരുമാനമല്ല മമ്മൂട്ടിയുടെയും തീരുമാനമാണെന്നുള്ളത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ഇൻഹരിയർ നഗറിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഞാൻ മാത്രമല്ല അതേ അപന്മാരും ഉണ്ട് എന്നുള്ള ജഗദീഷിൻ്റെ ഒരു സാധനം ഉണ്ട്, ഒരു കോമഡി. അതുപോലെ എനിക്കിത് പേഴ്സണലി ഫീൽ ആയത് ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം ജഗദീഷും മമ്മൂട്ടിയും ഒക്കെ തീരുമാനിക്കുന്നു ഇപ്പോൾ പത്രമാധ്യമങ്ങളെ കാണണ്ടാന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സിദ്ദിഖ് വരുന്നു, പത്രമാധ്യമങ്ങളെ കാണുന്നു, അപ്പം തന്നെ ജഗദീഷ് വരുന്നു, ഇത്ര ദിവസം പ്രതികരിക്കാത്തത് ഭയങ്കര തെറ്റാന്ന് പറയുന്നു. ഈവൻ മമ്മൂട്ടി എഴുതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ഞാനതോടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കണമെന്നാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത്. മമ്മൂട്ടി എഴുതിയിട്ടപ്പോൾ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് AMM ആണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് ആദ്യം പ്രതികരിക്കേണ്ടത്, എന്നിട്ടാണ് സാധാ മെമ്പറായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യേണ്ടത് പ്രതികരിക്കേണ്ടത്. അപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള മോഹൻലാൽ അടക്കമുള്ളവർ പ്രതികരിക്കാൻ റെഡിയായി, അല്ലെങ്കിൽ മീഡിയനെ അഡ്രസ്സ് ചെയ്യാൻ റെഡിയായ സമയത്ത് ജഗദീഷും മമ്മൂക്കിയും കൂടിയും
വേണ്ടപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഹേമ കമ്മിറ്റിയിൽ കൊടുക്കുന്ന സമയത്ത് AMMനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവർ പ്രതികരിച്ചിട്ട് ഞാൻ പ്രതികരിക്കാമെന്ന് പറയുന്നു. ആൻഡ് മീഡിയ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താ, ജഗദീഷാണോ ഇല്ല, ജഗദീഷാണോ ഇല്ല. ലിബർട്ടി ബഷീർ വന്നിട്ട് ജഗദീഷ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് ലിബർട്ടി ബഷീറിനോട് പറഞ്ഞു മമ്മൂക്കയും കൂടി ഉണ്ട്, മമ്മൂക്കേൻ്റെയും കൂടി കേട്ടിട്ടാണ് പറഞ്ഞത് പ്രതികരിക്കേണ്ടെന്നുള്ളത്. എന്താ മമ്മൂട്ടീനാണ് നിങ്ങൾക്ക് പേടിയാണ്? ജഗദീഷും ഇല്ലെന്ന് കൊടുക്കുന്നില്ല, മമ്മൂട്ടിയും ഇല്ലെന്നും കൂടി കൊടുക്ക്. എന്താണ് ഇത് മൊത്തത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവിടെ വന്ന പല കേസുകളാണെന്നുണ്ടെങ്കിലും ഇവർ പ്രതികരിക്കാതിരുന്നതാണെന്നുണ്ടെങ്കിലും അതേസമയം നടന്ന ആ ഒരു റിഹേഴ്സലും ക്യാമ്പും സാധനങ്ങളൊക്കെ, അതായത് കാര്യങ്ങൾ ആരും പുറത്ത് പറയരുത്, പുറത്ത് മീഡിയനെ കാണരുത് എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു റിഹേഴ്സലും സാധനം. കാരണം AMMയുടെ എല്ലാവരും അവിടെ ഉള്ളപ്പോൾ അവർക്ക് കൺവേ ചെയ്യാൻ സുഖമാണ്, എന്ത് പറയണ്ട, ആര് എന്ത് മിണ്ടണം എന്നുള്ളതൊക്കെ. ആകെ മൊത്തം ഇവർ പ്ലാൻഡ് ആയിട്ട് സാധനം എന്ത് ചെയ്ത് അങ്ങനെ ഒരു സൈഡാക്കി. WCC കൃത്യമായി വന്നിട്ട് ആരുടെ പേരും വരാൻ പാടില്ല എന്നുകൊണ്ട് അവരെ സ്റ്റാൻഡ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഫേക്കാണോ ഒറിജിനലാണോ എന്നറിയാത്ത കുറേ ജൂനിയർ ആർട്ടിസ്റ്റുമാർ വന്നിട്ട് കുറേ പേർക്ക് അതിൽ ആരോപണം പറഞ്ഞിട്ടും പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൈഡായി. ഇപ്പോൾ SITൻ്റെ കയ്യിൽ ഇതിന് മുഴുവൻ രൂപം കിട്ടി. ആ മുഴുവൻ രൂപം കിട്ടിയതിന് ശേഷം അവരത് പഠിച്ച് ഇനി അതിൽ കേസ് എടുക്കോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചും വലിയ ഉറപ്പൊന്നുമില്ല. 1,06,55,000 രൂപ എങ്ങാണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചിലവ്. ഇപ്പോൾ SITൻ്റെ ചിലവ് വേറെ. എല്ലാം കൂടിയും സർക്കാർ ഈ ഖജനാവിന്ന് എടുത്ത് കൊടുത്ത് നമ്മളും മുടിഞ്ഞ് നാടും മുടിഞ്ഞ്. ആരെ പ്രശ്നം തീർക്കാൻ? സിനിമാക്കാരോ പ്രശ്നം തീർക്കാൻ? എന്നിട്ട് വല്ല പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല. എല്ലാം കൊള്ളാം സംഗതികൾ. ജഗദീഷാണ് വില്ലൻ, മമ്മൂക്കായും കൂടി വില്ലനാന്ന് പറയാം. വേറെ ആൾ മമ്മൂക്കാൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഗട്സ് കാണിക്കും മീഡിയ.